അപ്പോൾ ഇനി നമ്മൾ കുറച്ച് രാഷ്ട്രീയത്തിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം വന്നു. അപ്പോൾ അതിനുശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ചേരാൻ പോവാണ്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ BJPയുടെ ഇനിയുള്ള പ്രവർത്തന ശൈലി സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ വിശദീകരിക്കും. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിൻ്റെയൊക്കെ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ വലിയ രീതിയിൽ ചർച്ചയായതൊക്കെയാണ്. വികസനത്തിൽ ഊന്നിയുള്ള ഒരു കാഴ്ചപ്പാട്, വികസനത്തിൽ ഊന്നിയുള്ള ചർച്ചയൊക്കെയായിരുന്നു അദ്ദേഹം നടത്തിയത്. അപ്പോൾ അധ്യക്ഷനായി ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ യോഗം, അതിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് പുറത്തു വരുന്ന നിലവിലെ വിവരങ്ങൾ എന്നൊക്കെ ബിനിൽ ലീല സാബു നമുക്ക് പറഞ്ഞു തരും. ബിനിലുണ്ട് നമുക്കിപ്പം. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ യോഗമാണ്. ഇപ്പോൾ നിലവിൽ സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ അധ്യക്ഷന്മാരെയും മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഇനി കോർ കമ്മിറ്റി ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ ഇരിപ്പുണ്ട്. രണ്ട് വലിയ തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏപ്രിലിൻ്റെ പകുതിയോടുകൂടി തന്നെ പുതിയൊരു ടീം വരുമെന്നാണ് BJP ഭാരവാഹികൾ ഒന്നടങ്കം മാധ്യമങ്ങളോടക്കം പറയുന്നത്. അപ്പോൾ ഈ പുതിയ ടീമുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? പഴയ ആൾക്കാരിൽ പകുതിപ്പേരെ നിലനിർത്തി പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, പുതുമുഖങ്ങൾ കൂടുതൽ ന്യൂനപക്ഷങ്ങളെയും പുതുമുഖങ്ങളെയും കൂടുതൽ ഉൾപ്പെടുത്താനുള്ള നീക്കമൊക്കെ BJPയിൽ നടക്കുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ചരടുവലികൾ, നീക്കങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം പിന്നിൽ? സേതു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായ നിലപാട് അദ്ദേഹം ഈ കോർ കമ്മിറ്റി യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യ അഭിമുഖത്തിലും അദ്ദേഹം ഇത് വ്യക്തമാക്കിയതാണ്. സേതു പറഞ്ഞതുപോലെ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അത് ചില സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ തീരുമാനിക്കുമ്പോൾ അത്തരം പരിഗണനയൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ഗ്രൂപ്പ് പോരാണ്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് അതിരൂക്ഷമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം VV രാജേഷിനെതിരെ, നേരത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ പോസ്റ്ററുകൾ, ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയുള്ള പോസ്റ്ററുകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും രാജേഷിന്റെ വീടിന് മുന്നിലുമൊക്കെ വന്ന ഒരു സ്ഥിതി. അത് പാർട്ടി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ യോഗത്തിൽ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്യും. മാത്രമല്ല അതിൽ ഈ പോസ്റ്റർ ഒട്ടിച്ച ആളുകൾക്കെതിരെ കർശന നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേന്ദ്ര നിർദ്ദേശവും അതുതന്നെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഗ്രൂപ്പ് പോര് ഇനി ഉണ്ടാകില്ല. കാരണം അധികാരത്തിലേക്ക് വരിക, കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ്. 2 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനെ ഗൗരവമായി കാണുന്നു. ഇങ്ങനെ ഗ്രൂപ്പ് പോര് മുന്നോട്ട് കൊണ്ടുപോയാൽ അത്തരം കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് അതിന് കടിഞ്ഞാണിടണം എന്ന് തന്നെയാണ് അദ്ദേഹം ഈ നമ്മുടെ അഭിമുഖത്തിനടക്കം വ്യക്തമാക്കിയത്. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്യും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്ററിൽ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് രാജേഷാണ്. സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്, അങ്ങനെയുള്ള ആരോപണങ്ങൾ ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെതിരെ പരാതി രാജേഷ് നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രാഥമിക ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ഉയർന്നു വന്ന പേരുകൾ ഷോൺ ജോർജിന്റെ പേര്, തൃശ്ശൂർ നിന്നുള്ള KK അനീഷ് കുമാറിന്റെ പേര്, അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ, ഇത്തരം പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരം ചർച്ചകൾ നടക്കും. മറ്റൊന്ന് ജില്ലാ ഭാരവാഹികളെയാണ്. അതിന്റെ പട്ടികയും ഇന്ന് അന്തിമമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയായി ഉയർന്നു വരും. ഓക്കെ ബിനിൽ, അപ്പോൾ BJPയുടെ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ പ്ലാൻ എന്ന കാര്യത്തിലും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയറിയാം. ഇന്ന് പറഞ്ഞ പോലെ 11 മണിക്കാണ് ഈ യോഗം ചേരുക. BJPയുടെ പുതിയ ടീം ഏപ്രിൽ പകുതിയോടുകൂടി വരുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് പുതിയ ടീമിൽ വരിക? എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊക്കെ തന്നെയാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളൊക്കെ നൽകിയത്.